മത്സ്യലോകത്തെ വൈവിധ്യ കാഴ്ചകളുമായി കോഴിക്കോട് DTPC ബീച്ച് അക്വേറിയം വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. 120-ലധികം അലങ്കാര മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് നവീകരിച്ച അക്വേറിയത്തിൽ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ബീച്ച് അക്വേറിയത്തിലെത്തുന്ന കുട്ടിക്കൂട്ടങ്ങൾ ഹാപ്പിയാണ്. കുട്ടിക്കൂട്ടങ്ങൾക്കൊപ്പം ചെറുതും വലുതുമായി പലതരം അലങ്കാര മത്സ്യങ്ങളെ കാണുന്നതിന്റെ കൗതുകം പ്രായഭേദമന്യേ മറച്ചുവെച്ചില്ല പലരും. നല്ല രസമുണ്ട്, കുറെ മീനുണ്ട്, നല്ല രസമാണ്, അടിപൊളിയാണ്. എൻട്രൻസ് അടിപൊളി, ഇതെല്ലാം വളരെ മനോഹരമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇത് ഉള്ളിലുള്ള അക്വേറിയം കുറെ പുതിയ പുതിയ നല്ല മീനുകൾ 30 രൂപയ്ക്ക് നല്ല കാണാനുള്ള നല്ല ഇതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലമീനായ അരാപ്പൈമയാണ് കൂട്ടത്തിലെ താരം. അലിഗേറ്റർ ഗാർ, ഓസ്കാർ, ബ്ലാക്ക് ഗോസ്റ്റ്, പിരാന, ഷവൽനോസ് തുടങ്ങി പലതരം അപൂർവ ഇനം അലങ്കാര മത്സ്യങ്ങളും അക്വേറിയത്തിലുണ്ട്. രാവിലെ 10:30 മുതൽ രാത്രി 10:30 വരെയാണ് അക്വേറിയത്തിന്റെ സന്ദർശന സമയം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്കിനത്തിൽ അക്വേറിയത്തിൽ ഈടാക്കുന്നത്. നവീകരിച്ച അക്വേറിയം കഴിഞ്ഞ മാസമാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. നല്ല പ്രതികരണമാണ്, നല്ല തിരക്കാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഒരുപാട് ഫിഷുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. ഫ്രഷ് വാട്ടറിൽ തന്നെ ഏകദേശം എല്ലാ ഫിഷുകളും തന്നെ ഉണ്ട്. പിന്നെ അരപ്പേമയൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് താരം. അത് നല്ല ഒരു 40 കിലോ ഒക്കെ വലുപ്പമുള്ള അരപ്പേമ. കടലക്കോറി ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മീനിൻ്റെ മുകളിൽ കൂടെയാണ് നടന്നു പോകുന്നത്. അതായത് ഗ്ലാസ് അടിയിലിട്ടിട്ട് മീൻ നമ്മൾ മുകളിൽ കൂടെ നടന്നു പോകുന്നത്. 25 വർഷത്തെ പഴക്കമുള്ള അക്വേറിയം DTPC നേരിട്ടായിരുന്നു നടത്തിയിരുന്നത്. പിന്നീട് സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകി. പുതിയ ടെൻഡർ വിളിച്ചാണ് ഇപ്പോൾ അക്വേറിയം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. നവീകരിച്ച അക്വേറിയം കാണാൻ കൂടുതൽ സന്ദർശകർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് DTPC. ഷംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.